ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ്സ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 2 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ഇനി 200 ഗ്രാം ചിക്കൻ ഉപ്പിട്ട് വേവിച്ച് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചു വെച്ചതാണിത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് മിക്സ് തയ്യാറാക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച 6-7 അല്ലി വെള്ളുള്ളി, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് 10-15 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം വേവിച്ച് പൊടിച്ചു വെച്ച ചിക്കൻ ചേർക്കാം. കുറച്ച് മല്ലിയിലയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് 2-3 മിനിറ്റ് നന്നായി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം വേവിച്ച് ഉടച്ചു വെച്ച് ഉരുളക്കിഴങ്ങ് ചേർത്ത് മിക്സ് ചെയ്യാം. തീ കുറച്ച് വെച്ചിട്ട് വേണം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ. ഈ സമയത്ത് എരിവും ഉപ്പും ഒക്കെ ഒന്നുകൂടി നോക്കാം. എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കട്ട്ലേറ്റ് മിക്സ് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ചൂട് പോയതിന് ശേഷം ആവശ്യത്തിന് മിക്സ് എടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട്ലേറ്റ് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് കനത്തിൽ വേണം കട്ട്ലേറ്റ്സ് തയ്യാറാക്കിയെടുക്കാൻ. എല്ലാം ഇതുപോലെ തയ്യാറാക്കി വെക്കാം. ഇനി ഒരു മുട്ട അടിച്ചു വെക്കാം. കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. റസ്ക് ഉണ്ടെങ്കിൽ റസ്ക് പൊടിച്ചെടുത്താലും മതി. ഇനി ഓരോ കട്ട്ലേറ്റും മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. കട്ട്ലേറ്റ്സിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് വേണം മാറ്റാൻ. ഇനി ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ക്രിസ്പിയായി കിട്ടും. ഇനി നമുക്ക് കട്ട്ലേറ്റ്സ് ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം മാത്രം കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി 2 ഭാഗവും ഗോൾഡൻ കളർ ആവുന്നത് വരെ തിരിച്ചു മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ്സ് തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.